ആർക്കെങ്കിലും പർവ്വത സമാനമായ കടങ്ങളുണ്ടെങ്കിൽ ഈ ദുആ ചെയ്താൽ ആ കടങ്ങൾ വീടുമെന്ന് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞപ്പോൾ സ്വഹാബികളിൽ പ്രമുഖർ അത് ചെയ്യുകയാണ്. അങ്ങനെ ചെയ്ത് അവരുടെ കടങ്ങൾ വീടി എന്ന് അനുഭവ സാക്ഷ്യം ആ സ്വഹാബാക്കൾ പറഞ്ഞത് ഹദീസിൽ നിന്ന് നമുക്ക് വ്യക്തമായി മനസ്സിലാക്കാൻ പറ്റും. നമുക്ക് ഒരുപാട് കടങ്ങളെ കൊണ്ട് പ്രയാസപ്പെടുന്നവരാണ്. ഈ ശബ്ദം കേൾക്കുന്ന ആരിലെങ്കിലും കടമില്ലാത്ത ആരെങ്കിലും ഉണ്ടോ? ഒരു നിലക്കും പ്രതീക്ഷയില്ലാതെ നിരാശയോടുകൂടെ കഴിയുന്ന ടെൻഷൻസിലകപ്പെട്ട് ജീവിച്ചു കൊണ്ടിരിക്കുന്ന സഹാബാക്കളുടെ കൂട്ടത്തിലുണ്ടായിരുന്ന പ്രമുഖരായ സഹാബാക്കൾ, അവർ ആ കടങ്ങളുമായി ബന്ധപ്പെട്ട പ്രയാസം മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ തീർത്തു കൊടുത്തത് ഈ ദുആയിലൂടെയായിരുന്നു. എൻ്റെ പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അതരങ്ങളിലൂടെ ഉതിർന്നു വീണ ആ ദുആഇന്റെ വചനങ്ങൾ നമുക്കും നമ്മുടെ ജീവിതത്തിൽ പതിവാക്കാൻ വേണ്ടി, പകർത്താൻ വേണ്ടി ശ്രമിച്ചാൽ നമുക്ക് തലക്കുമീത് താങ്ങാനാകാതെ ലക്ഷക്കണക്കിന് കടബാധ്യതകളുമായി കഴിയുന്ന എത്രയോ ആളുകൾ ദുആ കൊണ്ട് വസിയത്ത് ചെയ്തിട്ടുണ്ട്. ആ കടങ്ങളെല്ലാം വീട്ടാനും നല്ല റാഹത്തുള്ള, സന്തോഷമുള്ള, ടെൻഷനില്ലാത്ത ഒരു ജീവിതം നയിക്കാനും അത് കാരണമാകും. അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഇൻഷാ അല്ലാഹ് ജീവിതത്തിന്റെ നിഖില മേഖലകളിൽ നാം അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന വലിയ വലിയ പ്രതിസന്ധികൾ, തലക്കുമീതെ താങ്ങാനാകാതെ പ്രയാസങ്ങൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്നവര്, ലക്ഷക്കണക്കിന് കടബാധ്യതയുള്ളവര്, ആ കടങ്ങൾ വീട്ടാനുള്ള വഴികളാണ് ഇന്നത്തെ വീഡിയോയിലൂടെ പറയുന്നത്. ഇത് നമ്മൾ നേരത്തെ ഇവിടെ സൂചിപ്പിച്ചിട്ടുണ്ടായിരുന്നു, ഇടയ്ക്കിടയ്ക്ക് പറയാറുണ്ട്. നമ്മളിവിടെ പറയുന്നത് ഒന്നുകിൽ വിശുദ്ധ ഖുർആനായിരിക്കും, ഖുർആനിന്റെ മാസ്മരിക വചനങ്ങൾ, അല്ലെങ്കിൽ മുത്ത് ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ തത്തുല്യമായ വിഷയങ്ങളിൽ അവിടുത്തെ സ്വഹാബാക്കൾ ചോദിച്ചപ്പോൾ പറഞ്ഞു കൊടുത്ത മറുപടി, അത് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു കൊടുത്ത പരിഹാരമാണ്. ആ പരിഹാരമായിരിക്കും നമ്മൾ പറയുക എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അല്ലെങ്കിൽ പിന്നെ അസ്മാഉൽ ഹുസ്ന, ഇതേ നമ്മളിവിടെ ട്രീറ്റ്മെന്റ്, നമ്മുടെ പരിഹാരമായിട്ട് പറഞ്ഞു കൊടുക്കുന്നുള്ളൂ. അതുകൊണ്ട് തന്നെ വളരെ ആത്മാർത്ഥമായി ചെയ്താൽ നല്ല റിസൾട്ട് ലഭിക്കുന്ന അത്ഭുത ശക്തികളുള്ള ഒരുപാട് ആയത്തുകളും അദ്കാറുകളും ദുആകളും ഇസ്മുകളും ഒക്കെയാണ് നമ്മൾ ചർച്ച ചെയ്യാറുള്ളത്. കാര്യങ്ങളൊക്കെ കൃത്യമായി മനസ്സിലാക്കാനും പഠിക്കാനും അത് ജീവിതത്തിൽ പകർത്താനും അതിലൂടെ ആത്മീയമായി നമുക്ക് ഓരോ വിഷയങ്ങളും പരിഹരിക്കാനുള്ള വഴികൾ അല്ലാഹു തുറന്നു തരട്ടെ. ലക്ഷക്കണക്കിന് കടബാധ്യതയുള്ളവരുണ്ട്, കോടികൾ കടമുള്ളവരുണ്ട്. നമ്മുടെ അടുക്കലും ഇവിടെ വന്നവരുടെ കൂട്ടത്തിലും കോടിക്കണക്കിന് കടങ്ങളുള്ളവരുണ്ട്. പല വിഷയങ്ങളിലും അകപ്പെട്ട് ചതിയിൽപ്പെട്ട് വഞ്ചനയിൽപ്പെട്ടവരുണ്ട്. പെൺമക്കളുടെ വിവാഹം കഴിഞ്ഞിട്ട് വീട് നിർമ്മാണം നടത്തിയിട്ട് മറ്റുള്ളവർക്ക് ക്യാഷ് കൊടുത്തിട്ട് തിരിച്ചു കിട്ടാതെ പ്രയാസപ്പെടുന്ന ആളുകള്, ഗോൾഡും മറ്റുമൊക്കെ പണയം വെച്ചതിന്റെ പേരിൽ അത് തിരിച്ചെടുക്കാൻ പറ്റാതെ പ്രയാസപ്പെടുന്ന ആളുകള്, ലോണൊക്കെ എടുത്ത് പലിശയൊക്കെ എടുത്തിട്ട് വലിയ കടങ്ങൾ, അതിങ്ങനെ അതിന്റെ കുടിശ്ശിക അത് വർദ്ധിച്ചു വന്ന് വളരെയധികം പ്രയാസം അനുഭവിക്കുന്നവര്, ഓൺലൈൻ ട്രേഡുകളിലും കച്ചവടങ്ങളിലും സ്റ്റോക്ക് മാർക്കറ്റുകളിലൊക്കെ ഇൻവെസ്റ്റ് ചെയ്തിട്ട് സാമ്പത്തികമായി വളരെയധികം ദുരിതം അനുഭവിക്കുന്ന എത്രയോ ആളുകളുണ്ട്. ഇത് കേൾക്കുന്നവരുടെ കൂട്ടത്തിൽ തന്നെ കോടികളുടെ തട്ടിപ്പ് നടത്തിയ, വലിയ വലിയ ട്രേഡുകളൊക്കെ നടത്തിയ, ഓൺലൈൻ ട്രേഡുകളൊക്കെ നടത്തിയ, ഞാൻ ആ ട്രേഡുകളുടെ പേരൊന്നും പറയാൻ ആഗ്രഹിക്കുന്നില്ല. ഇവിടെ നേരിട്ട് വന്നവർ പലരും കാസർഗോഡ് ജില്ലയിൽ നിന്ന്, അതേപോലെ കണ്ണൂർ ജില്ലയിൽ നിന്നൊക്കെ ചില പ്രത്യേക പേരുകളിൽ ഇരട്ടി നൽകാമെന്ന് പറഞ്ഞ്, ഓരോ ദിവസവും പേ ഔട്ട് നൽകാമെന്ന് പറഞ്ഞ് ആദ്യത്തെ ദിവസങ്ങളിലൊക്കെ കൃത്യമായി ഇരട്ടി നൽകി വിശ്വാസം ആർജിച്ചെടുത്ത് ആ കിട്ടിയ ക്യാഷും കൂടെ അതിലേക്കിട്ട് ഭീമമായ സംഖ്യയാകുമ്പോൾ അവരൊന്നിച്ച് വിദേശത്തേക്കോ മറ്റോ മുങ്ങിയിട്ട് ഒരു വിവരവും അവരെ കുറിച്ചില്ലാത്ത രൂപത്തിൽ കോടികളുടെ തട്ടിപ്പ് നടത്തിയവരുടെ ചതിയിൽപ്പെട്ടവരൊക്കെയുണ്ട്. വലിയ വലിയ ചതികളിൽപ്പെട്ടവര്, അവരൊക്കെ അവരുടെ കുടുംബങ്ങളിൽ നിന്ന് അറിയാതെ വാങ്ങിച്ച ഗോൾഡും മറ്റുമൊക്കെ അവരുടെ ഈ ചതിയിൽ അകപ്പെട്ട് നഷ്ടപ്പെട്ടു പോയവരുണ്ട്. വീട് ജപ്തിയിലായവർ, അവർക്കൊക്കെ പരിഹാരമാണ് ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ നമുക്ക് പഠിപ്പിച്ചു തന്ന ഈ ദിക്റുകളും ദുആകളും. വീഡിയോ പൂർണ്ണമായും കണ്ട് നമ്മുടെ പ്രശ്നം എങ്ങനെയാണോ പരിഹരിക്കേണ്ടത് അത് അള്ളാഹുവിൽ നിന്ന് നേടിയെടുക്കുക എന്നുള്ളതാണ്. വീട് ജപ്തിയിലായ ആളുകളുണ്ട്, ഇങ്ങനെ തലക്കുമീതെ താങ്ങാനാകാത്ത വലിയ വലിയ കടങ്ങള് വന്നിട്ട് ഒരു നിലക്കും 60 ലക്ഷം 70 ലക്ഷമൊക്കെ കടമുള്ളവര് എങ്ങനെ വീട്ടണം എന്ന് പ്രതീക്ഷിച്ച് പ്രയാസപ്പെട്ട് നിൽക്കുന്ന, ഒരു നിലക്കും ഒരു വഴി പോലും തുറന്നു കിട്ടാതെ പ്രയാസപ്പെട്ട് നിൽക്കുമ്പോൾ അള്ളാഹു അതിനൊരു വഴി കാണിച്ചു തരാൻ നമ്മൾ അള്ളാഹുവിലേക്ക് നമ്മുടെ ഹൃദയം
തിരിക്കുക എന്നുള്ളതാണ്. അല്ലാഹു അതിനൊരു വഴി കാണിച്ചു തരുന്നുള്ള പ്രതീക്ഷ നമുക്ക് വേണം. ആ പ്രതീക്ഷയോടുകൂടെ ഈ ദിക്റുകളും ഈ ദുആകളും നിങ്ങൾ ചൊല്ലുക. ഇത് ഞാൻ എൻ്റെ സ്വന്തം വകപ്രകാരം പറയുകയല്ല, സ്വന്തമായിട്ട് ഞാൻ എന്തെങ്കിലും പറഞ്ഞു തരികയില്ല. ഇത് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ അവിടുത്തെ നക്ഷത്രതുല്യരായ സ്വഹാബാക്കൾക്ക് കടങ്ങളുണ്ട് എന്ന് പറഞ്ഞപ്പോൾ ആ കടങ്ങൾ വീട്ടാൻ ഇങ്ങനെ ചെയ്താൽ മതി എന്ന് പറഞ്ഞ് പരിചയപ്പെടുത്തി കൊടുത്ത വളരെ പവിത്രമേറിയ ദുആകളാണ്. അപ്പൊ നല്ല പ്രതീക്ഷയോടുകൂടെ ചെയ്യാം. അല്ലെങ്കിൽ നമ്മളൊന്ന് ആലോചിച്ച് നോക്കൂ, നമ്മളൊരാൾക്ക് ഒരു സുപ്രഭാതത്തിൽ നല്ല ഫ്രണ്ട്ഷിപ്പിലും നല്ല സൗഹൃദത്തിലുമായിരുന്ന നമ്മുടെ അടുത്ത ബന്ധു അല്ലെങ്കിൽ നമ്മുടെ അടുത്ത സുഹൃത്ത്, ആ സുഹൃത്തിന് നമ്മൾ ഒരു 70,000, 1 ലക്ഷം, 2 ലക്ഷം, 50,000 ഒക്കെ കടം കൊടുത്ത് അതിനുശേഷം പിന്നീട് 3 മാസം കഴിഞ്ഞ് തിരിച്ചു തരാമെന്ന് പറഞ്ഞ് കടം കൊടുത്തതാണ്. അത് ഗോൾഡ് കൊടുത്തവരുണ്ട്, അതേപോലെ തന്നെ ക്യാഷായി കൊടുത്തവരുണ്ട്, അങ്ങനെയൊക്കെ കൊടുത്തവരുണ്ട്. പക്ഷെ 3 മാസം കഴിഞ്ഞ്, 3 വർഷം കഴിഞ്ഞ്, 10 വർഷം കഴിഞ്ഞ് ഇപ്പോഴും അത് തിരിച്ചു ലഭിക്കാതെ പ്രയാസപ്പെടുന്നവരുണ്ട്. ആ കടം വാങ്ങിച്ചതിന്റെ പേരിൽ തന്നെ അവിടെ ആ ബന്ധം തകർന്ന എത്രയോ കുടുംബങ്ങളെ നമുക്കറിയാം. കടം വാങ്ങിയതിന്റെ പേരില്, കടം കൊടുത്തതിന്റെ പേരില്, ഒരാളെ സഹായിച്ചതിന്റെ പേരില് ആ നല്ലൊരു ബന്ധം തകർന്നു പോയ എത്രയോ ആളുകളുണ്ട്. അപ്പോ ഈ അത്തരം ആളുകൾക്കൊക്കെ കൊടുത്ത ക്യാഷ് തിരിച്ചു കിട്ടാൻ വേണ്ടിയിട്ട് പലരും ലീഗലായിട്ടൊക്കെ മൂവ് ചെയ്യാറുണ്ട്. അങ്ങനെ ലീഗലായിട്ട് സ്റ്റേഷനിലൊക്കെ പോയിട്ട് ഒരു കേസൊക്കെ ഫയൽ ചെയ്ത്, ഒരു ചീറ്റിംഗ് കേസ് ഒക്കെ പറഞ്ഞ് ഫയൽ ചെയ്തിട്ട് പോലും അതിലൊന്നും, അങ്ങനെ ചെയ്തിട്ട് പോലും അതിനൊക്കെ പഴുതുകളുണ്ട്. അതിൽ നിന്നൊന്നും ആ കടം വാങ്ങിച്ച ക്യാഷ് തിരിച്ചു കിട്ടാനുള്ള ഒരു നടപടിയും ആകുന്നതായിട്ട് കാണുന്നില്ല. പക്ഷേ ഇതിനതിന്റെ ആവശ്യമൊന്നുമില്ല. നമ്മൾ കൊടുത്ത ആ വ്യക്തി, ആ കിട്ടിയ ആളിന്റെ മനസ്സിന്റെ ഉള്ളിൽ ഒരൊറ്റ വിഷയം മാത്രം തോന്നിയാൽ മതി, ഒരൊറ്റ കാര്യം മാത്രം: ഞാൻ ഈ കടബാധ്യതയുമായിട്ട് ആ സുഹൃത്തിന്റെ ക്യാഷാണ് എൻ്റെ കയ്യിലുള്ളത്, ഇതെന്റെ കയ്യിലുണ്ടാവലോടുകൂടെ ഞാൻ ഈ ലോകത്തോട് ഏത് നിമിഷം വിട പറയാം. ഇത് വിട പറഞ്ഞു കഴിഞ്ഞാൽ അന്യന്റെ ഹക്കാണ് എൻ്റെ കയ്യിൽ വന്നിട്ടുള്ളത്. എൻ്റെ പാരത്രിക ലോക ജീവിതത്തിന് അത് ബാധിക്കും. നാളെ റബ്ബിന്റെ കോടതിയിൽ ഞാൻ മറുപടി പറയേണ്ടി വരും. അതുകൊണ്ട് എങ്ങനെയെങ്കിലും അത് കൊടുക്കാൻ വേണ്ടി ശ്രമിക്കണം എന്നിട്ട് അങ്ങനെ അവന്റെ മനസ്സിൽ തോന്നുക എന്നല്ലാതെ മറ്റൊരു വഴിയോ അതിനില്ല. അങ്ങനെ പല വഴികളിലൂടെയും ചെന്നവർക്കൊന്നും ആ ക്യാഷ് തിരിച്ചു കിട്ടാനുള്ള ഒരു നടപടിയും ഉണ്ടായിട്ടില്ല. അതുകൊണ്ട് തന്നെ അവരുടെ ഹൃദയങ്ങളിൽ അള്ളാഹു അത് തിരിച്ചു കൊടുക്കാൻ തോന്നിപ്പിക്കുക എന്നുള്ളതാണ് വളരെ പ്രധാനപ്പെട്ട വിഷയം. അങ്ങനെ തോന്നിയാൽ ഏതു നിമിഷവും നമുക്ക് ആ ക്യാഷ് അവർ തിരിച്ചു തരും. അങ്ങനെ തോന്നാനൊക്കെ കാരണമാകുന്ന വളരെ ശ്രേഷ്ഠമേറിയ ദുആകളാണ് പരിചയപ്പെടുത്തുന്നത്. ആദ്യത്തെ ദുആ ഇൻഷാ അല്ലാഹ് നിങ്ങൾ ഡിസ്പ്ലേയിൽ നോക്കിയാൽ ഇൻഷാ അല്ലാഹ് നമ്മൾ അത് ഇവിടെ ഡിസ്പ്ലേയിൽ കാണിക്കും. നിങ്ങൾക്ക് അതിനനുസരിച്ച് നോക്കിയിട്ടത് ചൊല്ലാവുന്നതാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ചൊല്ലുന്നവർക്കൊക്കെ നല്ല റിസൾട്ട് നൽകട്ടെ ഇൻഷാ അല്ലാഹ്. ഒരു 3 ദുആകൾ നമ്മൾ കാണിക്കുന്നുണ്ട്. ആ 3 ദുആകളും മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ച ദുആകളാണ്. അപ്പോൾ വളരെ ആത്മാർത്ഥമായി ചൊല്ലിയാൽ നല്ല റിസൾട്ട് ഉണ്ടാകും. അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകട്ടെ ഇൻഷാ അല്ലാഹ്. ആദ്യത്തെ നിങ്ങൾ കാണുന്നുണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നു. ആദ്യത്തെ ദുആ അല്ലാഹുമ്മ ഫാരിജൽ ഹമ്മ. നമുക്കൊക്കെ അറിയാം, പലരും ചൊല്ലുന്നവരാണ്. അല്ലാഹുമ്മ ഫാരിജൽ ഹമ്മ കാശിഫൽ ഗമ്മ മുജീബ ദഅവത്തിൽ മുൽതറീൻ رحمن الدنيا والآخرة ورحيمهما أنت ترحمني فارحمني برحمة تغنيني بها عن رحمة من سواك. ഇത് കാണാതെ പഠിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ പഠിക്കാം. ഈ ദുആ ഏത് ദുആയാണ്? മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഈ ദുആയുമായി ബന്ധപ്പെട്ട വിഷയം ഞാൻ പറയാം. അല്ലാഹുമ്മ ഫാരിജൽ ഹമ്മ കാശിഫൽ ഗമ്മ മുജീബ ദഅവത്തിൽ മുൽതറീൻ റഹ്മാനദ് ദുനിയാ വൽ ആഖിറ വറഹീമഹുമാ അൻത തർഹമുനി ഫർഹംനി ബിറഹ്മത്തിൻ തുഗ്നീനി ബിഹാ അൻ റഹ്മത്തി മൻ സിവാക്. ഈ ദുആ ജീവിതത്തിൽ പതിവാക്കിക്കോ. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ആ കടങ്ങൾ വീട്ടി നല്ല റാഹത്തും സന്തോഷവും അഭിവൃദ്ധിയും നൽകാൻ കാരണമാകുന്ന അതിവിശിഷ്ടമായ വളരെ സവിശേഷമായ ഒരു ദുആ ആണ്. അല്ലാഹു നമുക്ക് പകർത്താനുള്ള തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. മഹാനരായ
സഹാബാക്കൾക്ക് അല്ലാഹു സുബ്ഹാനഹു ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു കൊടുത്ത വളരെ പവിത്രമേറിയ ദുആ ആണ്. ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ലൗ കാന അലാ അഹദിക്കും ജബലു ദഹബിൻ ദൈന, ആർക്കെങ്കിലും പർവ്വത സമാനമായ കടങ്ങളുണ്ടെങ്കിൽ അവർ ഈ ദുആഇനെ ചെയ്താൽ മതി, എന്നാൽ ലഖല്ലാഹുല്ലാഹു അൻഹു, അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്ക് ആ കടം വീട്ടി കൊടുക്കും. എന്നിട്ട് ഈ ദുആ പറയുന്നുണ്ട്. ആ ദുആ പറഞ്ഞ് ആ ദുആ ചൊല്ലാൻ വേണ്ടി പറയുകയാണ് മഹാനരായ അലിയാർ തങ്ങൾ പറയാണ്. അലിയാർ തങ്ങളല്ല, മഹാനരായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു കടങ്ങൾ ഉണ്ടായിരുന്നു. ആ കടങ്ങൾ ഉണ്ടായപ്പോ ആ കടം കാരണം സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന് അത് കൊടുക്കാനുള്ള ആളുടെ മുഖത്തേക്ക് പോലും നോക്കാൻ ലജ്ജയുണ്ടായിരുന്നു എന്നുള്ളതാണ്. ആയിഷ റളിയല്ലാഹു അൻഹ പറയുന്നു, ആയിഷ റളിയല്ലാഹു അൻഹക്ക് കടം കൊടുക്കാനുള്ള ആള് അസ്മാ റളിയല്ലാഹു അൻഹ കടം കൊടുക്കാനുണ്ടായിരുന്നു. ആ കടം കൊടുക്കാനുള്ള കാരണം കൊണ്ട് അവരുടെ മുഖത്തേക്ക് നോക്കുന്നതിൽ പോലും വളരെ നാണത്തോടുകൂടി ലജ്ജയോടുകൂടിയായിരുന്നു നോക്കിയിരുന്നത്. അങ്ങനെ മഹതിയായ ആയിഷ റളിയല്ലാഹു അൻഹ ഈ ദുആഇനെ ചെയ്തപ്പോ ആയിഷ റളിയല്ലാഹു അൻഹക്ക് ആ കടം വീട്ടാനുള്ള വഴികൾ അല്ലാഹു തുറന്നു കൊടുത്തു എന്നുള്ളതാണ്. അതേപോലെ തന്നെ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു കടമുണ്ടായപ്പോ ഈ ദുആ ആണ് ചെയ്തിരുന്നത്. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറയുന്നതായിട്ട് കാണാം, ഫകുന്തു അദ്ഉ ബിദാലിക, ഞാൻ ഈ ഒരു ദുആ കൊണ്ട് അല്ലാഹുവിനോട് ദുആ ചെയ്യാറുണ്ടായിരുന്നു. അങ്ങനെ ദുആ ചെയ്തപ്പോ ഫഖളാ അന്നി ദൈനി, എന്നെ തൊട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല ആ കടങ്ങൾ വീട്ടി തന്നു എന്ന് മഹദിയായ ആയിഷ റളിയല്ലാഹു അൻഹയും മഹാനരായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു അവരൊക്കെ കടങ്ങൾ വന്നപ്പോൾ കടങ്ങൾ വീടാൻ വേണ്ടി ഉപയോഗിച്ച ദുആ ആയിരുന്നു ഈ ദുആ. അല്ലാഹുമ്മ ഫാരിജൽ ഹമ്മ കാശിഫൽ ഗമ്മ മുജീബ ദഅവത്തിൽ മുൽതറീൻ റഹ്മാനദ് ദുനിയാ വൽ ആഖിറ വറഹീമഹുമാ അൻത തർഹമുനി ഫർഹംനി ബിറഹ്മത്തിൻ തുഗ്നീനി ബിഹാ അൻ റഹ്മത്തി മൻ സിവാക്. അപ്പോൾ ഒരു ദുആ ഇതാണ്. ഈ ദുആ ജീവിതത്തിൽ പതിവാക്കിയാൽ നമ്മുടെ ഏത് കടങ്ങൾ വീടാനും, എത്ര വലിയ കടങ്ങളാണെങ്കിലും ആ കടങ്ങൾ വീടാൻ അതൊരു കാരണമായി അല്ലാഹു സുബ്ഹാനഹു വ തആല അത് ഖബൂലാക്കും എന്നുള്ളതാണ്. സഹാബാക്കൾക്ക്, സ്വഹാബി വനിതകൾക്ക് കടങ്ങൾ ഉണ്ടായപ്പോൾ അവർ ദുആ ചെയ്തിരുന്നത് ഇതാണ്. അതേപോലെയുള്ള ഒരു ദുആ ആണ് നമ്മൾ മുമ്പ് പറഞ്ഞിട്ടുള്ളൊരു ദുആ ആണ്. ഈ ദുആ നമുക്കറിയാം. اللهم إني أعوذ بك من الهم والحزن وأعوذ بك من العجز والكسل وأعوذ بك من الجبن والبخل وأعوذ بك من غلبة الدين وقهر الرجال. ഈ ഒരു ദുആ അത് കടങ്ങൾ വീടാനുള്ള വലിയ മാർഗമാണെന്ന് അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഇതെല്ലാ ദിവസവും പ്രഭാതത്തിൽ നമ്മുടെ നൂറെ മദീനയുടെ മജ്ലിസിൽ വെച്ച് ചൊല്ലുന്ന ഒരു ദുആ കൂടെയാണ്. എന്താണ് ഈ ദുആഇന്റെ പശ്ചാത്തലം? അല്ലാഹുവിന്റെ ഹബീബ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരിക്കൽ ദഖല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ദാത യൗമിൻ അൽ മസ്ജിദ ഫഇദൻ ഹുവ ബിറജുലിൻ മിനൽ അൻസാർ. നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പള്ളിയിലേക്ക് എത്തിയപ്പോൾ അതവിടെ ഒരു സ്വഹാബി, ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അബൂ ഉമാമ എന്ന പേരുള്ള സ്വഹാബിയാണ് അവിടെയുള്ളത്. അബൂ ഉമാമ അവിടെ ഇരിക്കുന്നത് കണ്ടപ്പോൾ അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വഖാല യാ അബാ ഉമാമ, നിസ്കാര സമയമല്ലാത്ത സമയത്ത് മാലി അറാക ജാലിസൻ ഫിൽ മസ്ജിദി ഫീ ഗൈരി വഖതി സ്വലാ, നിസ്കാരത്തിന്റെ സമയമല്ലാത്ത സമയങ്ങളിൽ പള്ളിയിൽ കാണുന്നത് എന്തേ എന്ന് ചോദിച്ചപ്പോൾ മഹാനരായ അബൂ ഉമാമ റളിയല്ലാഹു അൻഹു പറയുന്നു, എനിക്ക് ധാരാളം കടങ്ങളുണ്ട്, എനിക്ക് ധാരാളം ടെൻഷനുണ്ട്, മനസ്സമാധാനമില്ല, അത്രയും കടങ്ങളാണ് യാ റസൂലല്ലാഹ് എന്ന് പറഞ്ഞ് മഹാനരായ അബൂ ഉമാമ റളിയല്ലാഹു അൻഹു പറഞ്ഞപ്പോ മഹാനരായ ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, അഫലാ ഉഅല്ലിമുക കലാമൻ ഇദാ ഖുൽതഹു അദ്ഹബല്ലാഹു ഹമ്മക വഖളാ ദൈനക. ഞാൻ ഈ പറയാൻ പോകുന്ന കലിമത്തുകളെ, വാക്കുകളെ, ദുആഇനെ നീ പറയാൻ വേണ്ടി ഉദ്ദേശിച്ചാൽ, പറഞ്ഞാൽ നിന്റെ ടെൻഷൻ അല്ലാഹു നീക്കിത്തരും, നിന്റെ ഹം അല്ലാഹു നീക്കിത്തരും, നിന്നെ തൊട്ട കടങ്ങൾ അല്ലാഹു വീട്ടിത്തരുന്നതാണ്. അങ്ങനെ അബൂ ഉമാമ റളിയല്ലാഹു അൻഹു ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിൽ നിന്ന് ആ മഹത്തായ
മഹത്തായ ആ ദുആഇനെ പഠിച്ചു മനസ്സിലാക്കി അത് ചെയ്തു. ആ ദുആആണ് ഈ ദുആ. നേരത്തെ നമ്മൾ പറഞ്ഞ അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിനൽ ഹമ്മി വൽ ഹസൻ വ അഊദു ബിക മിനൽ അജ്സി വൽ കസൽ വ അഊദു ബിക മിനൽ ജുബ്നി വൽ ബുഖൽ വ അഊദു ബിക മിൻ ഗലബത്തി ദൈനി വ ഖഹരി റിജാൽ. എന്നിട്ട് അബൂ ഉമാമ റളിയല്ലാഹു അൻഹു പറയാണ്, ഫഫഅൽതു ദാലിക, ഞാൻ അങ്ങനെ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞപ്പോൾ ഞാനത് അങ്ങനെ ചെയ്തു എന്ന് മാത്രമല്ല, ചെയ്തപ്പോൾ ഫഅദ്ഹബല്ലാഹു ഹമ്മി വഖളാ ദൈനി, അല്ലാഹു സുബ്ഹാനഹു വ തആല എൻ്റെ ടെൻഷൻസ് മാറ്റി തന്നു, അതേപോലെ തന്നെ എൻ്റെ കടങ്ങൾ അല്ലാഹു വീട്ടി തന്നു എന്ന് മഹാനരായ അബൂ ഉമാമ റളിയല്ലാഹു അൻഹു അനുഭവം പറയുന്നു. അപ്പൊ നിങ്ങൾ നോക്കൂ, സ്വഹാബികൾ ചെയ്തപ്പോൾ അവർക്ക് റിസൾട്ട് ലഭിച്ച വളരെ പവിത്രമേറിയ ദുആആണ് ഈ ദുആ. അതേപോലെ തന്നെ നേരത്തെ പറഞ്ഞത് മഹാനരായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു, മഹദിയായ ആയിഷ റളിയല്ലാഹു അൻഹ ഇരുവരും കടങ്ങളുണ്ടായപ്പോൾ ചൊല്ലിയപ്പോൾ കടങ്ങൾ വീടി കിട്ടി എന്നാണ് പറഞ്ഞത്. അപ്പൊ ഈ രണ്ട് ദുആയും വളരെ മുജറബായ, നല്ല ഫലമുള്ള, നല്ല റിസൾട്ടുള്ള ദുആകളാണ്. അതേപോലെ ഒരു ദുആ കൂടെ കടം വീടാൻ വേണ്ടി നമുക്ക് ചെയ്യാൻ പറ്റുന്ന മറ്റൊരു ദുആആണ്. നമുക്കൊക്കെ അറിയാം, ഇതൊക്കെ ചൊല്ലുന്നവർ നമ്മുടെ കൂട്ടത്തിലുണ്ടാകും. എങ്കിലും നമ്മൾ ഇൻഷാ അല്ലാഹ് അത് ഓർമ്മപ്പെടുത്തണേ, ചൊല്ലുന്നവർ വീണ്ടും ചൊല്ലട്ടെ എന്ന്, അവർക്കൊരു പ്രചോദനമാകട്ടെ എന്നറിയിക്കാൻ വേണ്ടിയിട്ട്. ഏതാണ് ദുആ? اللهم مالك الملك تؤتي الملك من تشاء وتنزع الملك ممن تشاء وتعز من تشاء وتذل من تشاء بيدك الخير إنك على كل شيء قدير تولج الليل في النهار وتولج النهار في الليل وتخرج الحي من الميت وتخرج الميت من الحي وترزق من تشاء بغير حساب رحمن الدنيا والآخرة ورحيمهما تعطي من تشاء منهما وتمنع من تشاء منهما وارحمني رحمة تغنيني بها عن رحمة من سواك اللهم أغنني من الفقر وقض عني الدين وتوفني في عبادتك وجهاد في سبيلك. ഈ ഒരു ദുആ അത് കഴിയുന്നവര് വളരെ നല്ല ആത്മാർത്ഥമായി കാണാതെ പഠിച്ച് ചൊല്ലിയാൽ, ഇൻഷാ അല്ലാഹ് കുറച്ചും കൂടി വലുതാക്കി കാണിക്കുന്നുണ്ട്, കാണാതെ പഠിച്ച് വളരെ ആത്മാർത്ഥമായി ചൊല്ലിയാൽ ഇൻഷാ അല്ലാഹ് നല്ല റിസൾട്ട് ഉണ്ടാകും. വളരെ പവർഫുൾ ആയിട്ടുള്ള നല്ല റിസൾട്ട് ഉള്ള ഒരു ദുആ ആണ് ഈ ദുആ. ഇത് ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മഹാനരായ മുആദ് റളിയല്ലാഹു അൻഹു പറഞ്ഞു കൊടുത്ത വളരെ ശ്രേഷ്ഠമേറിയ ദുആ ആണ്. ഈ ദുആ ചെയ്തപ്പോ മഹാനരായ മുആദ് റളിയല്ലാഹു അൻഹുവിന്റെ കടം വീടി എന്നുള്ളത് കാണാം. മുആദ് റളിയല്ലാഹു അൻഹു അല്ലാഹു സുബ്ഹാനഹു ഹബീബായ തങ്ങളെ പഠിപ്പിച്ചു കൊടുത്ത ദുആയാണ്. അപ്പോൾ കടങ്ങളുള്ള ആളുകൾക്കൊക്കെ അവരുടെ ജീവിതത്തിൽ ഒരു നിലക്കും പ്രതീക്ഷ കാണാതെ ഇരിക്കുമ്പോൾ ഈ ദുആകളൊക്കെ ഇതൊക്കെ സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ച് പതിവാക്കിയാൽ നമ്മുടെ ഏതു വലിയ കടങ്ങളും വീടാൻ, ഏതു വലിയ കടങ്ങളും വീട്ടി നല്ല റാഹത്തും സന്തോഷവും നമ്മുടെ ജീവിതത്തിലേക്ക് വരാൻ അത് കാരണമാകും. ഈ ഒരു ദുആഇന്റെ ഒക്കെ ഒരു പ്രത്യേകത എന്താ? നമുക്കൊക്കെ അറിയാം ഈ ദുആഇന്റെ പ്രത്യേകത. ഇത് മുത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ അവിടുത്തെ ആ ഹബീബായ തങ്ങള് വമാ യന്തിഖു അനിൽ ഹവാ ഇൻ ഹുവ ഇല്ലാ വഹ്യു യൂഹ, ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വെറുതെ ഒന്നും പറയുന്നില്ല, എല്ലാം അല്ലാഹുവിന്റെ തീരുമാനപ്രകാരം വഹ്യ് പ്രകാരമാണ് പറയുന്നത്. ആ ഹബീബായ തങ്ങളുടെ നാക്കുകളിൽ നിന്ന് വന്നതാണ്, അതാണ് നമ്മൾ ചൊല്ലുന്നത്. അതുകൊണ്ട് തന്നെ ആ വിശ്വാസത്തോടുകൂടെ ഒരുപാട് സ്വഹാബികൾക്ക് കടങ്ങൾ വീടാൻ, ഒരുപാട് സ്വഹാബികൾക്ക് അവരുടെ വിഷയങ്ങൾ പൂർത്തീകരിക്കാൻ കാരണമായ അതിവിശിഷ്ടമായ ആ ദുആകളാണ് ഞാൻ ചൊല്ലുന്നത്. ഇതാ ഇന്നത്തോടുകൂടെ എൻ്റെ കടങ്ങൾ വീടാൻ ഇത് കാരണമാകും, എൻ്റെ എല്ലാ പ്രയാസങ്ങളും തീരാൻ കാരണമാകും. അത് എത്ര വലിയ കടങ്ങളാവട്ടെ എന്നൊക്കെ നല്ല നിയ്യത്തോടുകൂടെ ചൊല്ലുക. പ്രത്യേകം ഓർമ്മപ്പെടുത്താനുള്ളത്, മഹാനരായ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു കടം വീടാൻ ഇത് കാരണമായിട്ടുണ്ടെങ്കിൽ, ആയിഷ റളിയല്ലാഹു അൻഹ കടം വീടാൻ ഇത് കാരണമായിട്ടുണ്ടെങ്കിൽ, മഹാനരായ മുആദ് റളിയല്ലാഹു അൻഹു കടം വീടാൻ ഈ ദുആ കാരണമായിട്ടുണ്ടെങ്കിൽ, മഹാനരായ അബൂ ഉമാമ റളിയല്ലാഹു അൻഹുവിന് അവിടുത്തെ കടവും ടെൻഷനൊക്കെ മാറാൻ ഈ ദുആകൾ കാരണമായിട്ടുണ്ടെങ്കിൽ, സാധുക്കളായ നമ്മുടെ കടവും വീടാൻ ഇത് കാരണമാകും. ജീവിതത്തിൽ പകർത്തണം, ആ വിശ്വാസം വേണം. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ അവിടുത്തെ
അവിടുത്തെ അനുചരന്മാരായ നക്ഷത്രതുല്യരായ സ്വഹാബാക്കൾക്ക് പറഞ്ഞു കൊടുക്കുമ്പോൾ ആ സ്വഹാബാക്കൾക്ക് എത്രത്തോളം വിശ്വാസമുണ്ടായിരുന്നോ അതിനനുസരിച്ചാണല്ലോ ആ കടങ്ങൾ വീടിയത്. പിന്നെ പ്രത്യേകം ഓർമ്മപ്പെടുത്താനുള്ളത്, വലിയ വലിയ കൊട്ടാര സമാനമായ വീടുകളൊക്കെ നിർമ്മിക്കുമ്പോൾ വളരെയധികം ഗൗരവത്തോടുകൂടെ ശ്രദ്ധിക്കുക, ചിന്തിക്കുക, ആലോചിക്കുക. ലോണൊക്കെ എടുത്ത് നമ്മുടെ വീടിന്റെ ആധാരമൊക്കെ പണയപ്പെടുത്തിയിട്ട് ലോൺ എടുത്തിട്ട് നമുക്ക് താങ്ങാൻ കഴിയാത്ത രൂപത്തില് ഒരുപാട് ചെലവുകളൊക്കെ നമുക്ക് വരുന്ന രൂപത്തിലൊക്കെ ആർഭാടം ലക്ഷറി ലൈഫ് നടത്താൻ വേണ്ടിയിട്ട് വലിയ വലിയ വീടുകൾ ഉണ്ടാക്കിയ എത്രയോ ആളുകൾ ഇന്ന് വാടക വീട്ടിലാണ് കഴിയുന്നത്. എന്തുകൊണ്ട്? അവർ ആ ലോൺ എടുത്തത് അവർക്ക് തിരിച്ചടവ് കൊടുക്കാൻ സാധിക്കാതെ വളരെയധികം പ്രയാസപ്പെട്ട് ബുദ്ധിമുട്ടിയിട്ട് ജപ്തി ചെയ്യപ്പെട്ട് വീട് നഷ്ടപ്പെട്ടിരിക്കുകയാണ്. അത്തരം സാഹചര്യങ്ങളിലേക്ക് ഒരിക്കലും എത്തിപ്പെടരുത്. ഒരാളും ലോൺ എടുത്തതിന്റെ പേരില്, ഒരാളും പലിശക്ക് പണം വാങ്ങിയതിന്റെ പേരില് ഇന്നും നേരെ നിവർന്ന് നടക്കുന്ന ഒരു സാഹചര്യം അവരുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടില്ല. എനിക്കറിയാവുന്ന പല ആളുകളുമുണ്ട് പലിശക്ക് പണം വാങ്ങിയിട്ട്, പലിശ അനിവാര്യമായ ഘട്ടത്തിൽ വാങ്ങിച്ചതാണ്, അങ്ങനെയാണെങ്കിൽ പോലും പലിശക്ക് ലോൺ എടുത്തതിന്റെ പേരില് അവരുടെ സമാധാനം നഷ്ടപ്പെട്ട് ഒരു ദിവസം പോലും കൃത്യമായി ഉറങ്ങാൻ കഴിയാതെ ഉറക്കം നഷ്ടപ്പെട്ട് വളരെ കഷ്ടതയോടുകൂടെ ജീവിക്കുന്ന എത്രയോ ആളുകളെ ഒരുപാട് കേസുകള് കൈകാര്യം ചെയ്യുന്നതിന്റെ കൂട്ടത്തിൽ നമ്മൾ അറിയുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇതിൽ പലിശയുമായി ബന്ധപ്പെടുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ കൃത്യമായി മനസ്സിലാക്കുക, പലിശ ഹറാമാണ്. അത് വളരെ കൃത്യമായി നമ്മൾ മനസ്സിലാക്കണം. കാലം എത്ര ദ്രുതഗതിയിൽ സഞ്ചരിച്ചാലും, കാലം അത് ഏത് രൂപത്തിൽ ടെക്നോളജി വളർന്നാലും എങ്ങനെ വളർന്നാലും ദീനൊരിക്കലും പണയം വെക്കാൻ വേണ്ടി ശ്രമിക്കരുത്. ഒരിക്കലും പലിശയിലേക്ക് അടുക്കരുത്. അത് വലിയ പാപമാണ്, അത് വൻ പാപമാണ്. അത് നമ്മുടെ സാമ്പത്തിക തകർച്ചയ്ക്ക് കാരണമാകുകയുള്ളൂ. ചെറിയ കാല ആശ്വാസം മാത്രമേ അതിലൂടെ നമുക്ക് ലഭിക്കുകയുള്ളൂ എന്ന യാഥാർത്ഥ്യം ഓരോരുത്തരും മനസ്സിലാക്കി അള്ളാഹുവിനെ കൃത്യമായി തഖ്വ ചെയ്ത് റബ്ബിലേക്ക് അടുത്ത് ഉള്ള സമ്പത്ത് കൊണ്ട് ഉള്ളതിൽ ബറക്കത്തുണ്ട് എന്ന് മനസ്സിലാക്കി ഉള്ളത് കൊണ്ട് തൃപ്തിപ്പെട്ട്, നമുക്ക് സമ്പത്തുണ്ടെങ്കിൽ നമുക്ക് സൗകര്യമാകുന്ന രൂപത്തിൽ, ഇസ്സത്താകുന്ന രൂപത്തിൽ വലിയ വീടുകളൊക്കെ ഉണ്ടായിക്കോട്ടെ. പക്ഷേ വെറുതെ ലോൺ എടുത്ത് വാങ്ങിച്ചവരൊക്കെ ഇതിൽ കുറെ ആളുകൾ ഉണ്ടാകും. അവർക്കൊക്കെ അവരുടെ അനുഭവങ്ങൾ പങ്കുവെക്കാനുണ്ടാവും. 60 ലക്ഷം കടം വാങ്ങിയവര് അല്ലേ, 20 ലക്ഷം വാങ്ങിയിട്ട് 40 ലക്ഷമായവരെ എനിക്കറിയാം. 40 ലക്ഷം വാങ്ങിയിട്ട് അത് അടക്കാൻ കഴിയാതെ പ്രയാസപ്പെട്ട് നിൽക്കുന്നവരെ നമുക്കറിയാം. അവസാനം ഈ വലിയ കൊട്ടാര സമുച്ചമായ വീടുകളൊക്കെ ഉണ്ടാക്കിയിട്ട് അതൊക്കെ വിറ്റ് അവസാനം ഒരു ചെറ്റക്കുടലിലേക്ക് പോകേണ്ട അവസ്ഥ വരും. അപ്പോഴേക്ക് നമ്മുടെ പ്രായം എവിടെ എത്തിയിരിക്കും? നമ്മുടെ മക്കളൊന്ന് കളിച്ച് സന്തോഷിച്ച് നടക്കേണ്ട പ്രായത്തില് നരകിച്ച് ജീവിക്കുന്ന അവസ്ഥയിലേക്ക് എത്തും. അതുകൊണ്ട് ഒരു കാരണവശാലും പലിശയിലേക്ക് അടുക്കരുത്, ഒരാളെയും വഞ്ചിക്കരുത്. നമ്മുടെ കയ്യിൽ ആരുടെയെങ്കിലും ക്യാഷ് തിരിച്ചു കൊടുക്കാനുള്ളതുണ്ടെങ്കിൽ അത് വളരെ പെട്ടെന്ന് തന്നെ ദ്രുതഗതിയിൽ തിരിച്ചു കൊടുത്ത് അവരെ സന്തോഷിപ്പിക്കാൻ കഴിയണം. അവരുടെ കണ്ണുനീര് കുടിപ്പിച്ച് അവർക്ക് ആ ക്യാഷ് ആവശ്യമുണ്ടായിരിക്കെ നമ്മുടെ കയ്യിലാണ് ആ ക്യാഷ് ഉള്ളത് എങ്കിൽ അവർ ഓരോ നിമിഷവും അനുഭവിക്കുന്ന മാനസിക വേദനയ്ക്ക് നാം മറുപടി പറയുകയും ഈ ദുനിയാവിൽ വെച്ച് തന്നെ അതിന്റെ വേദന നാം അനുഭവിക്കുകയും ചെയ്യും. അതുകൊണ്ട് സാമ്പത്തികമായ വിഷയങ്ങളിൽ ഇടപെടുമ്പോൾ നമ്മുടെ ഫിഖ്ഹ് പറഞ്ഞതുപോലെ, നമ്മുടെ ദീന് പറഞ്ഞതുപോലെ ഒരു കാരണവശാലും ഹറാം കലരാത്ത രൂപത്തിൽ ഇടപെടണം. അത് നമ്മുടെ മക്കളുടെ, ഭാര്യയുടെ, കുടുംബങ്ങളിലെ എല്ലാവരുടെയും വിഷയങ്ങളിൽ അങ്ങനെ തന്നെയായിരിക്കണം. പ്രത്യേകം ഓർമ്മപ്പെടുത്തുകയാണ്. ഇൻഷാ അല്ലാഹ് കടങ്ങളുള്ള എല്ലാ ആളുകളും കടം വീടാൻ വേണ്ടിയിട്ട് നല്ല നിയ്യത്തോടുകൂടെ ഇത്തരം ദുആകൾ പതിവാക്കുക. 3 ദുആകളാണ് പറഞ്ഞിട്ടുള്ളത്. ഒരു ദുആ കൂടെ കടം വീടാൻ വേണ്ടി മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട്. ഇൻഷാ അല്ലാഹ് ഞാൻ അതിന്റെ ടെക്സ്റ്റ് തയ്യാറാക്കാത്തത് കൊണ്ടായിരുന്നു ഞാൻ ആ വിഷയം ഇതിൽ പറയാത്തത്. ഇൻഷാ അല്ലാഹ് മറ്റവസരത്തിൽ ഇൻഷാ അല്ലാഹ് പറയാൻ ഈ വിഷയം പറയുന്നൊരു സമയത്ത് ഇൻഷാ അല്ലാഹ് അത് ഉൾപ്പെടുത്തുമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. ഇൻഷാ അല്ലാഹ് എല്ലാവരും വളരെ ആത്മാർത്ഥമായി പരസ്പരം, ഇവിടെ ഇപ്പം താഴെ ഒരുപാട് ആളുകൾ അവരുടെ വലിയ വലിയ ഭീമമായ കടങ്ങളുടെ സംഖ്യകളൊക്കെ പറഞ്ഞ് എഴുതി അറിയിക്കുമ്പോൾ മുഅ്മിനീങ്ങളാണല്ലോ നമ്മൾ, പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ദുആകളിൽ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഉൾപ്പെടുത്തുക. അപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല ആ കടങ്ങൾ വീട്ടാനും വഴികൾ തുറന്നു തരാനൊക്കെ കാരണമാകും. അങ്ങനെയല്ലേ മുഅ്മിനീങ്ങൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ദുആ ചെയ്തുകൊണ്ടിരിക്കണം.